ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഒത്തിരി സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിൽ മുട്ടയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ തോട് എപ്പോഴും ഞാൻ കളയാറില്ല. ഇതുപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് അത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി അതിന് ശേഷം ഞാനിത് പൊടിച്ചെടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഏത് ജാറാണോ ബ്ലേഡിന് മൂർച്ച കുറവ് എന്നുള്ളത് അതിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡിന് കൂടെ നല്ല മൂർച്ച കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടത്തോടിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂമൊക്കെ നമുക്ക് ക്ലീൻ ആക്കാം. വീട്ടിനകം അത്യാവശ്യം നമുക്ക് കിച്ചണിലെല്ലാം തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ഞാൻ നമ്മുടെ ബാത്റൂമും അതുപോലെ തന്നെ സിങ്ക്, വാഷ് ബേസിൻ, സ്റ്റീൽ ടാപ്പുകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, സോപ്പ് പൊടി മിക്സ് ആക്കിയിട്ട് സോപ്പ് പൊടിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു മുട്ടത്തോടും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ബാത്റൂം എല്ലാം തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ബാത്റൂം, സിങ്ക്, വാഷ് ബേസിൻ എല്ലാം നമുക്ക് കഴുകാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനിത് കുറച്ച് മുട്ടത്തോട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ കണ്ട കത്രികയൊക്കെ കണ്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ ഇതുപോലെ അത് ശരിക്കും അതിൻ്റെ മൂർച്ചയും പോയി പിന്നെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ കത്രിക എടുത്തു, കത്തി ഒക്കെ നമുക്ക് വെട്ടുകത്തി ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം 1 by 1 ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത്ത് ഒത്തിരി കൂടും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഓരോന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ അതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ മുട്ടത്തോടും കൂടി ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. എത്ര തുരുമ്പ് പിടിച്ചിരിക്കുന്ന നമ്മുടെ വെട്ടുകത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. നമ്മൾ വേറെ ഒന്നും തന്നെ നമ്മളിതിലേക്ക് സോപ്പോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വെട്ടുകത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇരുമ്പിൻ്റെ കത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ നനവെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ട് കുറച്ചൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെട്ടുകത്തിയിലൊന്നും തുരുമ്പ് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസിൻ്റെ ലൈറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. വെള്ളം ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് നമ്മൾ തുടച്ചെടുത്തിട്ട് ഒരു നനഞ്ഞ തുണി യൂസ് ചെയ്ത് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട്, കണ്ടില്ലേ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ മിക്സി മാസത്തിലൊരു തവണയെങ്കിലും നമ്മളൊന്ന് ക്ലീൻ ആക്കണം. പ്രത്യേകിച്ച് വെള്ള മിക്സി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ അതിൻ്റെ സൈഡിലും ഒക്കെ അഴുക്ക് പിടിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇതായി തോന്നും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിന് ക്ലീൻ ആക്കാൻ വയ്ക്കാതെ വല്ലപ്പോഴും ഒരു മാസത്തിലൊരു തവണയെങ്കിലും നമ്മൾ ഇതിനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതിന് നമ്മൾ ഈ ഒരു ഇത് മാത്രം എടുക്കുന്നത്, അതായത് ചെറുനാരങ്ങ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ചെറുനാരങ്ങയുടെ ആ മുറി തന്നെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മുട്ടത്തോടിൻ്റെ ഈ ഒരു പൊടിയും അതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ ഇതും കൂടെ ആക്കിയിട്ടുള്ളത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാവിടെയും ഒന്ന് ജസ്റ്റ് ഉരച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉരച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാവിടെയും ക്ലീൻ ആവും. പക്ഷേ നമ്മൾ മുട്ടത്തോടാണ് നമ്മൾ ഉരയ്ക്കുമ്പോൾ അതിൽ വരപ്പെടും അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല. നമ്മൾ മുട്ടത്തോട് അത്യാവശ്യം നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തരിതരിപ്പാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലെല്ലാം തന്നെ ഇതുപോലെ പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. അപ്പം തന്നെ അതിനകത്തുള്ള അഴുക്കും എല്ലാം പോയി കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മളൊരു നനഞ്ഞ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറുണ്ടല്ലോ, ജാറിൻ്റെ അടിവശത്ത് നല്ല പോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും മിക്സിയുടെ ജാറിൻ്റെ ഉള്ളു കഴുകും, അടിവശം കഴുകില്ല. അവിടെയും നമുക്ക് ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഈ ഒരു മുട്ടത്തോടിൻ്റെ പൊടിയും ഈ ഒരു ടൂത്ത് പേസ്റ്റും ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടിവശവും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല വെള്ള മിക്സി ആണെന്നുണ്ടെങ്കിലും അത് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളിപ്പോൾ അത് ചെറുനാരങ്ങ നമ്മൾ ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ മഴയായത് കാരണം അത്യാവശ്യം ആരും ചെറുനാരങ്ങ അധികം ഉപയോഗിക്കില്ല. എങ്കിലും നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തോട് ഞാൻ കളയില്ല. ഇതുപോലെ മിക്സി ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. ഫ്രിഡ്ജിനകത്ത് ആ ഒരു ബാഡ് സ്മെല്ല് പോകാനും ഇത് ഫസ്റ്റ് നമുക്ക് ഹെൽപ്പാണ് കേട്ടോ. ഇറച്ചി, മീനൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ വയ്ക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാതിരിക്കാനായിട്ട് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ല് നമുക്ക് ഫ്രിഡ്ജിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ ഇതിങ്ങനെ ഉണങ്ങി വരുമല്ലോ. അപ്പോൾ നമ്മൾ കളയാതെ ഇതുപോലെ മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്
കുറച്ച് വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് അതുപോലെ ഒരു പിടി അളവിൽ കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് അതിൻ്റെ ആ ഒരു നാരങ്ങയും തോട് അരച്ചിട്ടുള്ള ആ വെള്ളം, ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു വെള്ളത്തിന് നമ്മൾ ഒരു കുപ്പിയിലാക്കി നമുക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡയോ സോപ്പ് പൊടിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇത് 1 ലിറ്ററിൻ്റെയാണ്. ഇതിൽ അടിയിൽ വളരെ നമ്മൾ ടേബിൾ സ്പൂൺ അളവിൽ പറയണമെങ്കിൽ 3 ടേബിൾ സ്പൂണോളം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു കുപ്പിയിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഡിഷ് വാഷ് ലിക്വിഡ് ഇതിലേക്ക് മിക്സ് ആക്കണം. അപ്പോൾ ഇതുപോലെ ബാലൻസ് വന്നിട്ടുള്ളതിലേക്ക് നമ്മളിത് മിക്സാക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് കുലുക്കി ഇത് മൊത്തമായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളൂ. ഇപ്പോൾ നമുക്കിത് 1 ലിറ്ററോളം തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പാത്രങ്ങൾ കഴുകാം കേട്ടോ. നല്ല അടിപൊളിയായി തന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാനും, പാത്രങ്ങൾക്കൊക്കെ മീനും ഇറച്ചിയും മുട്ടയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഉള്ളൊരു ബാഡ് സ്മെല്ല് പോകാനൊക്കെ ഈ ചെറുനാരങ്ങയുടെ തോട് നമുക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാനിത് മുട്ടത്തോടുണ്ടല്ലോ, അത് പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സെറാമിക്കിൻ്റെ ഗ്ലാസ്, കപ്പ്, സ്റ്റീൽ ഗ്ലാസ്, അതുപോലെ ചില്ലിൻ്റെ ഗ്ലാസ് ഒക്കെ അതിനകത്ത് കറിയുള്ളതെല്ലാം അടിപൊളിയായിട്ട് പോവും. അതുപോലെ തന്നെ കരിഞ്ഞ അടുപ്പിലൊക്കെ ഉപയോഗിക്കുന്ന കരി പിടിച്ചിട്ടുള്ള പാത്രങ്ങളാണെങ്കിൽ അതിൻ്റെ കരി പോകാനും, നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും അടി പിടിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അടി പിടിച്ചതൊക്കെ ക്ലീൻ ആക്കാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സൊല്യൂഷനും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പാത്രങ്ങൾ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ചെറുനാരങ്ങയുടെ തോടും അതുപോലെ മുട്ടത്തോടും കളയാതെ നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് ക്ലീനിങ്ങിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ അരിയിൽ ഷാമ്പു ഒഴിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. ഇത് കുറച്ച് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് അരി എടുത്താലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ ഒരു പാക്കറ്റ് 1 രൂപയുടെ ഷാമ്പു ഉണ്ടല്ലോ, അത് ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എത്ര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അരി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളതിന് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കാം. അല്ലെങ്കിൽ സിൽവറിൻ്റെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, ഫോയിൽ പേപ്പർ എടുക്കുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കവറുണ്ടല്ലോ, നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ, ആ കവറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ആ കവർ എടുത്തിട്ട് നമ്മൾ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫോയിൽ പേപ്പർ ആണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് 2ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് 2 പോർഷനായിട്ടാണ് ഇടുന്നത്. കുറച്ചായിട്ട് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതായത് ഇതുപോലെ 2ലും ഇട്ടിട്ട് നമ്മളിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി നമ്മൾ ഇതിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലൊരു പിന്ന് യൂസ് ചെയ്തിട്ട് ഇത് മൊത്തമായിട്ടൊന്ന് ജസ്റ്റ് കുത്തി കൊടുക്കുക. ഒരുപാട് വലുതായിട്ടല്ല, ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ 2ഉം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മളൊരു പിന്ന് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇത് ഷാമ്പൂവിൽ നമ്മൾ അരിയിൽ ഷാമ്പു മിക്സ് ആക്കിയിരിക്കുന്ന നേരം ഈ ഒരു മണം കുറേ നാൾ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു, അത് പറയാൻ വിട്ടുപോയതാണ്. കുറച്ച് ഗ്രാമ്പും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്രാമ്പൂൻ്റെ ഷാമ്പൂൻ്റെയും എല്ലാം കൂടി നല്ലൊരു മണമായിരിക്കും. നമുക്ക് അലമാരയ്ക്കകത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അലമാരയ്ക്കകത്ത് വെക്കാം, തുണിയൊക്കെ വെച്ചിരിക്കുന്ന അവിടെ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കബോർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കബോർഡിൽ വെക്കാം, വലിപ്പുകളിൽ വെക്കാം, കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിൽ വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് കുട്ടികളുടെ സ്കൂൾ ബാഗിൽ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു മണം നമുക്ക് കിട്ടും. ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നമുക്ക് നല്ലൊരു മണം കിട്ടാനായിട്ട്, ഇപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം നമുക്ക് വീടിനകത്ത് നല്ലൊരു മണം കിട്ടാനായിട്ട് നമുക്കിത് വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ. നമുക്ക് വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം. ഫോയിൽ പേപ്പർ ആകുമ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ടാകും. ചെറിയ ബോൾ രീതിയിൽ നമ്മൾ ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു മണം നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് റബ്ബർ ബാൻഡ്. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വാങ്ങുമ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ കിട്ടുക. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കിട്ടിയിട്ടുള്ള റബ്ബർ ബാൻഡ് എല്ലാം ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൽ നമ്മളിതുപോലെ പൗഡർ ഇട്ടിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കാം. ഓൾറെഡി നേരത്തെ ഇപ്പോൾ 1 വർഷത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ ഈ റബ്ബർ ബാൻഡ് നമ്മൾ പൗഡറൊക്കെ ഇട്ട് വെച്ചിരിക്കണം. എത്രയായാലും ഇല്ലെങ്കിൽ അത് മെൽറ്റായിട്ട് അങ്ങനെ ഒട്ടി നാശമായി പോവും.
ഇതാവുമ്പോൾ അങ്ങനെ പോകത്തുമില്ല. നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനും തിരയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ്, നമ്മളിതുപോലെ പാക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് നമുക്കത് ഇടാനൊരു ബോക്സ് കണ്ടെയ്നർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കോണ രീതിയിൽ ഇങ്ങ് മടക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. ചുരുട്ടി അടി വരെ നമ്മൾ ഈ ഒരു പൊടി ഉള്ളത് വരെ ചുരുട്ടി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെങ്ങനെ ഒന്ന് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും സിപ്ലോക്ക് കവർ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് നിന്നൊന്നും പുറത്തേക്ക് പോകുകയില്ല, പാറ്റയോ പ്രാണിയോ ഒന്നും അതിനകത്തേക്കും പോകില്ല കേട്ടോ. ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.